ഓൾ, എല്ലാവർക്കും പി കെ ലേണിംഗ്സിൻ്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. PYQ സീരീസിൽ നമ്മൾ 2020 വർഷത്തിൽ കെമിസ്ട്രി വിഷയത്തിൽ നിന്നും PSC വിവിധ പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഓരോ ടോപ്പിക്ക് വൈസായിട്ട് പഠിച്ചു പോവുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിലും ആ ടോപ്പിക്കിൽ നിന്ന് ബാക്കിയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാം റെഡിയല്ലേ? ക്ലാസ്സിലേക്ക് പോവല്ലേ? അപ്പോൾ ലോഹങ്ങൾ, അലോഹങ്ങൾ. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 11/2020 എന്ന് പറയുന്ന ഓൺലൈൻ പരീക്ഷ, ഡയറി ഫാം ഇൻസ്ട്രക്ടറുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താ ചോദ്യം നോക്കാം. ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് സിങ്ക് ഓവർ അയൺ ഈസ് സോ ആസ് ടു പ്രിവെൻറ്റ് റസ്റ്റിംഗ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ ഈ സംഭവം? എന്താണ് റസ്റ്റിംഗ്? റസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോഷനാണ്, അതായത് ലോഹത്തിൻ്റെ നാശം. റിയാക്റ്റീവായിട്ടുള്ള മെറ്റലുകൾ അന്തരീക്ഷത്തിലിരിക്കുന്ന സമയത്ത് അന്തരീക്ഷത്തിലുള്ള ആ ഒരു വായു, ഈർപ്പം ഇതൊക്കെയായിട്ട് പ്രതിപ്രവർത്തിച്ച് ഇതിന് നാശം സംഭവിക്കുന്നു. ഉദാഹരണം, നമ്മുടെ അയൺ ആണെന്നുണ്ടെങ്കിൽ അയൺ ഓക്സൈഡ് രൂപീകരിക്കുന്നു. അങ്ങനെ നമുക്ക് ഇരുമ്പ് തുരുമ്പിച്ചതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ നല്ല റിയാക്ടിവിറ്റിയുള്ള മെറ്റലുകളെല്ലാം തന്നെ അന്തരീക്ഷത്തിലുള്ള പല വസ്തുക്കളുമായിട്ട് പ്രവർത്തിക്കും. അതേസമയം റിയാക്ടിവിറ്റി ഭയങ്കര കുറവുള്ള നോബിൾ മെറ്റലുകളുടെ പ്രതിപ്രവർത്തനം എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. അവർ പ്രതിപ്രവർത്തിക്കാനില്ല. അതുകൊണ്ടാണ് നമുക്ക് ആഭരണങ്ങളായിട്ട് സ്വർണ്ണമാണെങ്കിലും വെള്ളിയാണെങ്കിലും പ്ലാറ്റിനം ഒക്കെ ആണെങ്കിലും നമുക്ക് നീണ്ട കാലഘട്ടത്തിലേക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇരുമ്പ് അങ്ങനെയല്ല. വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ തുരുമ്പിക്കും. നമ്മൾ മുറ്റത്ത് വെച്ച് മഴ കൊണ്ടു കഴിഞ്ഞാൽ തുരുമ്പിക്കും. ഉപ്പ് നിറയുള്ള അന്തരീക്ഷത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ജനൽ കമ്പികളൊക്കെ തന്നെയും തുരുമ്പിക്കും. ഇതിനെ ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ പെയിൻ്റ് അടിക്കുക, ചുണ്ണാമ്പ് അടിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്യാനായിട്ട് സാധിക്കും. ഇത് കൂടാതെ കൊറോഷനെ തടയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ഗാൽവനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു മെറ്റലാണ് സിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? ദ പ്രോസസ് ഓഫ് കോട്ടിംഗ് സിങ്ക് ഓർ അയൺ സോ ആസ് ടു പ്രിവെൻറ്റ് റസ്റ്റിംഗ് ഈസ് ഗാൽവനൈസേഷൻ. അതായത് ഇരുമ്പിൻ്റെ തുരുമ്പിക്കലിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പിനേക്കാളും റിയാക്ഷൻ കൂടിയിട്ടുള്ള മറ്റൊരു മെറ്റലിനെ സാക്രിഫൈസ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുന്നു. അങ്ങനെ നമ്മുടെ ആവശ്യമുള്ള യന്ത്രഭാഗങ്ങളോ എന്തൊക്കെയാണെങ്കിലും ആ ഒരു ഇരുമ്പ് ഭാഗം നശിക്കാതിരിക്കാൻ അതിൻ്റെ മുകളിൽ സിങ്കിൻ്റെ ഒരു കോട്ടിങ് നമ്മൾ ആഡ് ചെയ്യുന്നു. സിങ്ക് ഇരുമ്പിനെക്കാട്ടിലും ഭയങ്കര റിയാക്റ്റീവ് ആയതുകൊണ്ടും ഇരുമ്പിനെ അത് കവർ ചെയ്ത് പിടിച്ചിരിക്കുന്നത് കൊണ്ടും ഈ സിങ്കാണ് നശിച്ചു പോയിട്ട് അകത്തുള്ള ഇരുമ്പ് സേഫ് ആയിട്ടിരിക്കുന്നു. ഈ പ്രക്രിയയാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്? ഗാൽവനൈസേഷൻ ഈസ് ദ സ്പെസിഫിക് ഇൻഡസ്ട്രിയൽ പ്രോസസ് ഓഫ് അപ്ലൈയിങ് എ പ്രൊട്ടക്റ്റീവ് സിങ്ക് കോട്ടിംഗ് ടു അയൺ ഓർ സ്റ്റീൽ ടു പ്രിവെൻറ്റ് റസ്റ്റിംഗ് തടയാൻ വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ പുറത്തോ അയണിൻ്റെ പുറത്തോ സിങ്കിൻ്റെ കോട്ടിങ് കൊടുക്കുന്ന വിധിയെ പറയുന്ന പേരാണ് ഗാൽവനൈസേഷൻ. അതിൽ സിങ്ക് ആക്ട് ആസ് എ സാക്രിഫൈസൽ മെറ്റൽ. സിങ്ക് അവിടെ സാക്രിഫൈസ് ചെയ്യുകയാണ് സിങ്കിനെ, അല്ലേ? സിങ്ക് നശിച്ചു പോയിട്ട് അയണിനെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. സിങ്ക് ഈസ് മോർ കെമിക്കലി ആക്റ്റീവ്. സിങ്ക് നോക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അയണിനെക്കാട്ടും നല്ല ആക്റ്റീവാണ്. അപ്പോൾ മോയ്സ്ചറോ വായുവോ ഒക്കെ വന്നിട്ട് റിയാക്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ സിങ്ക് മുൻപിൽ കയറി നിൽക്കും, ഞാൻ റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സിങ്ക് നശിച്ചു പോയിട്ട് നമ്മുടെ അയൺ രക്ഷപ്പെടുന്നു. അങ്ങനെ ഇറ്റ് ഓക്സിഡൈസസ് ഫസ്റ്റ്. സിങ്ക് ഓക്സിഡൈസ് ചെയ്ത് സിങ്ക് ഓക്സൈഡായിട്ട് മാറും ആദ്യം. അങ്ങനെ അണ്ടർലൈനിങ് ആയിട്ടുള്ള ആ ഒരു അയണിനെ അത് സേഫായിട്ട് പിടിക്കും. ഇതാണ് ഗാൽവനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. കൊറോഷൻ എന്ന് വെച്ചാൽ എന്താണ്? കൊറോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഹനാശനമാണ്. ലോഹം നശിച്ചു പോകുന്ന സംഭവമാണ്. ജനറൽ ടേമിൽ ഈ പറയുന്ന മെറ്റല് കുറേ കാലം കൊണ്ട് ഗ്രാജുവലായിട്ട് ഡിസ്ട്രക്റ്റ് ആയിട്ട് പോകുന്ന ആ ഒരു പരിപാടിയാണ് കൊറോഷൻ എന്ന് പറയുന്നത്. ഇത് കെമിക്കലാകാം, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ കൊണ്ടാകാം, എൻവയോൺമെൻറ്റിലുള്ള എയറും മോയ്സ്ചറുമായിട്ടുള്ള റിയാക്ഷൻ കൊണ്ടാകാം. ഈ പറയുന്ന റസ്റ്റിംഗ് ഈസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് കൊറോഷൻ. ഈ പറയുന്ന ലോഹം പലതരത്തിൽ നശിച്ചു പോകാം. ഉദാഹരണത്തിന് നമ്മുടെ ചെമ്പ് അല്ലെങ്കിൽ വെങ്കല പാത്രങ്ങളിലൊക്കെ നമുക്ക് പച്ച കളറിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടായി വരുന്ന കാണാം, അല്ലേ? കെമിക്കൽ റിയാക്ഷൻ കാരണം. അതും ഒരു ടൈപ്പ് ഓഫ് കൊറോഷനാണ്, ലോഹനാശനമാണ്. ഇതിൽ സ്പെസിഫിക് ആയിട്ട് ഇരുമ്പിൻ്റെ കൊറോഷനെ നമ്മൾ പറയുന്ന പേരാണ് റസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം നടക്കുന്നതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറ്റലാണ് അയൺ എന്ന് നമുക്കറിയാം, അല്ലേ? വലിയ യന്ത്രഭാഗങ്ങൾ ഉണ്ടാക്കാൻ, കപ്പൽ ഉണ്ടാക്കാൻ ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് നമ്മുടെ ഇരുമ്പ് എന്ന് പറയുന്നത്. കുറേ സ്ഥലത്തുണ്ട് ഇരുമ്പ്. ഇത് നശിച്ചു പോയി കഴിഞ്ഞാൽ റസ്റ്റിംഗ് സംഭവിക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള ഒരു നഷ്ടമാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇരുമ്പിങ്ങനെ തുരുമ്പിച്ചു പോകുന്നത് കാരണം അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പ്രോസസ്സുകളൊക്കെ തന്നെയും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കാത്തോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ആൻഡ് ബാരിയർ
പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന സംഭവം, അതേപോലെ തന്നെ ബ്രോഡർ മെത്തേഡ് ഓഫ് റസ്റ്റ് പ്രിവെൻഷൻ, ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേസമയം ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത് ഈസ് ദ പ്രിസൈസ് ടെക്നിക്കൽ ടേം ഫോർ സിങ്ക് കോട്ടിംഗ് മെത്തേഡ് മെയിൻറ്റെയിൻ ഇൻ ദ ക്വസ്റ്റ്യൻ. അതായത് നമ്മുടെ ചോദ്യത്തിനകത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സിങ്കിനെ കോട്ട് ചെയ്യുന്ന ആ ഒരു പരിപാടി എന്ന് നമ്മളോട് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഗാൽവനൈസേഷൻ ആയത്. നമ്മുടെ ഓപ്ഷനകത്ത് കൊടുത്തിട്ടുള്ള ബാക്കി കാഥോഡിക് പ്രൊട്ടക്ഷൻ, അതേപോലെ ബാരിയർ പ്രൊട്ടക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. പക്ഷേ സിങ്ക് പൂശുന്ന ആ ഒരു പരിപാടിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള പേരാണ് ഗാൽവനൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ. ഇത് 11/2020 എന്ന് പറയുന്ന സെയിം പരീക്ഷയിലെ 42ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ച ചോദ്യമാണ്. ദ സോളിഡിഫൈഡ് ഫോം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നോൺ മെറ്റലുമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്, നോൺ മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു നോൺ മെറ്റൽ കോമ്പൗണ്ട് ആണ് അല്ലേ, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനെ സോളിഡ് ആക്കിയാൽ അതിനെ പറയുന്ന പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡ്രൈ ഐസ് ആണ്. ഡ്രൈ ഐസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പുകയുന്ന ഒരു സംഭവമാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഈ ഡ്രൈ ഐസിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഡ്രൈ ഐസ് ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഡ്രൈ ഐസ് ഈസ് ദ കോമൺ നെയിം ഓഫ് സോളിഡ് സ്റ്റേറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിനെ ഖരമാക്കി സോളിഡാക്കി വെച്ചാൽ ആ രൂപത്തെ പറയുന്ന പേരാണ് ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യുണീക്ക് ബിക്കോസ് ഇറ്റ് അണ്ടർഗോസ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്താണെന്ന് നമുക്കറിയാമല്ലോ. എന്താണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്? ഒരു സോളിഡിനെ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ ചൂടാക്കുമ്പോൾ അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ ചൂട് തട്ടുമ്പോൾ അത് ദ്രാവകമാകും, വാതകമാകും. പക്ഷേ സബ്ലിമേഷൻ സംഭവിക്കുമ്പോൾ ഇത് ഖരരൂപത്തിൽ നിന്ന് നേരിട്ട് അങ്ങോട്ട് വാതകമായിട്ട് പോകും. ഇടയിലുള്ള ദ്രാവക രൂപം അത് സ്വീകരിക്കില്ല. ഈ പരിപാടിയെ പറയുന്ന പേരാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്, ഉത്പതനം എന്ന് പറയുന്നത്. അപ്പോൾ സബ്ലിമേഷൻ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ഡ്രൈ ഐസിനെ നമ്മൾ, കാർബൺ ഡൈ ഓക്സൈഡ് സാധാരണഗതിയിൽ വാതക രൂപത്തിലിരിക്കുന്ന ഒരു സാധനമാണ്. ഇതിനെ നമ്മൾ നല്ല പ്രഷർ കൊടുത്തിട്ട് ഡ്രൈ ഐസാക്കി സോളിഡാക്കി നമ്മൾ വെച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇത് എന്ത് ചെയ്യുന്നറിയോ? കാർബൺ ഡൈ ഓക്സൈഡ് ദ്രാവകമായിട്ട് വാതകമാവില്ല. ഇത് സബ്ലിമേഷൻ സംഭവിച്ച് നേരെ കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തെ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു കഷ്ണം ഡ്രൈ ഐസ് നമ്മളിവിടെ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ പുകവകയായിട്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും, ഈ കാണുന്നത് പോലെ. ഓക്കെ, അപ്പോൾ പ്രേതം വരുമ്പോൾ പുകയിടുന്ന മാതിരി ഡ്രൈ ഐസ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വലിയ രീതിയിൽ ഇങ്ങനെ പുകയുന്ന രീതിയിലിരിക്കും. അതിൻ്റെ കാരണം സബ്ലിമേഷൻ സംഭവിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ വിച്ച് മീൻസ് ഇറ്റ്സ് ട്രാൻസിഷൻ ഡയറക്ട്ലി ഫ്രം സോളിഡ് ടു ഗ്യാസ്. സോളിഡിൽ നിന്നും ഗ്യാസിലിട്ട് നേരിട്ട് പോവുകയാണ് നമ്മുടെ ഡ്രൈ ഐസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ലിക്വിഡ് ഫേസിലൂടെ കടന്നു പോകാതെ പോകുന്നു. ഈ പറയുന്ന ഡ്രൈ ഐസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സോളിഡ് ഫോമാണ്. ഈ ഒരു പ്രോപ്പർട്ടി കാരണം ഇതിനെ കൂളിങ്ങിന് വേണ്ടിയിട്ട് പല സാഹചര്യങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഐസിനെയൊക്കെ വെച്ച് കൂളാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നനവുണ്ടാവും അല്ലേ, ഒരു ലിക്വിഡ് ഫേസ് അവിടെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഇവിടെ ഈ ഡ്രൈ ഐസിനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ലിക്വിഡ് ഫേസ് ഇല്ലാത്തത് കൊണ്ട് അവിടെ ഒരു വെറ്റ് റെസിഡ്യൂ ഉണ്ടാവില്ല, നനവും മോയ്സ്ചറൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നനവും മോയ്സ്ചറൊന്നും ഇല്ലാതെ എന്തെങ്കിലും സാധനങ്ങളെ നമുക്ക് കൂള് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡ്രൈ ഐസിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 2020 എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് റെഫ്രിജറേഷൻ മെക്കാനിക്കിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് 17ാമത്തെ ചോദ്യം. ആ ഒരു ചോദ്യപേപ്പറിലെ 17ാമത്തെ ചോദ്യം നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. അമോണിയ ഈസ്, ഇതും നോൺ മെറ്റലുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ഇൻഡസ്ട്രിയലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ് അമോണിയ എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ എന്ത് സ്വഭാവമാണ് അമോണിയയെ നല്ല രീതിയിൽ സ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോൺ ടോക്സിക് ആണോ? നോൺ ഇൻഫ്ലേമബിൾ ആണോ? ടോക്സിക്കും നോൺ ഇൻഫ്ലേമബിളുമാണോ? ഹൈലി ടോക്സിക്കും ഇൻഫ്ലേമബിളുമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇൻഫ്ലേമബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിപ്പിടിക്കുന്നത് എന്നാണ് അർത്ഥം അല്ലേ, കത്തുന്നത് എന്നാണ് അർത്ഥം. ടോക്സിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷലിപ്തം എന്നാണ് അർത്ഥം, വിഷമുള്ളത് എന്നാണ് അർത്ഥം. ഇവിടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അല്ലേ. അമോണിയ എന്ന് പറയുന്നത് വളരെയധികം ടോക്സിക് ആണ്, അതേപോലെ തന്നെ ഇൻഫ്ലേമബിളുമാണ്. അമോണിയയെക്കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് NH3 എന്നുള്ളതാണ് അമോണിയയുടെ ആ ഒരു ഫോർമുല എന്ന് പറയുന്നത് അല്ലേ. ഇത് ഇൻഡസ്ട്രിയലി നമ്മൾ ഒരുപാട് രീതികളിൽ
ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കെമിക്കലാണ് അമോണിയ എന്ന് പറയുന്നത്. ഇതിനെ റെഫ്രിജറൻ്റ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്, തെർമോഡൈനാമിക്കലി ഒരുപാട് പ്രോപ്പർട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ. പക്ഷേ അമോണിയ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് സേഫ്റ്റി ഹസാർഡുകളുണ്ട്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് അമോണിയ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഹൈലി ടോക്സിക് ആണ് നമ്മുടെ അമോണിയ എന്ന് പറയുന്നത്. അമോണിയ ഗ്യാസുമായിട്ട് എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള ഇറിറ്റേഷൻ ഉണ്ടാവും. ദേഹത്തൊക്കെയാണ് തട്ടുന്നതെങ്കിൽ കെമിക്കൽ ബേണുകൾ ഉണ്ടാവും. കണ്ണിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ തീരുമാനമായി കെമിക്കൽ ബേണ്. അതേപോലെ സ്കിന്നിൽ പറ്റിക്കഴിഞ്ഞാലും, അതേപോലെ അമോണിയ ശ്വസിച്ചു കഴിഞ്ഞാലും റെസ്പിറേറ്ററി പ്രോബ്ലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗ്യാസ് കൂടിയാണ് അമോണിയ ഗ്യാസ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഷാർപ്പും പഞ്ചന്റുമായിട്ടൊരു സ്മെല്ലാണ് അമോണിയ. നമ്മൾ ലാബിലൊക്കെ പരീക്ഷണങ്ങൾ ചെയ്യുന്ന സമയത്ത് പരിണിത ഫലമായിട്ട് അമോണിയാണ് ഉണ്ടാകണമെങ്കിൽ നമുക്കത് വേറെ തന്നെ അറിയാൻ പറ്റും. അത്ര വൃത്തികെട്ട സ്മെല്ലാണ് അമോണിയയ്ക്ക്, പഞ്ചന്റ് ഓർഡറാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഒരുപാട് വാണിങ്ങുകൾ നമുക്ക് തരാറുണ്ട്. ഹൈ കോൺസെൻട്രേഷനിൽ അമോണിയ ശരീരത്ത് പറ്റുമോ, റെസ്പിറേറ്ററി പ്രോബ്ലങ്ങൾ ഉണ്ടാക്കുമോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസും ആൾ മരിച്ചു പോകാൻ വരെയും കാരണമാകുന്ന ടോക്സിക് ആയിട്ടുള്ള കെമിക്കലാണ് അമോണിയ. ഹൈ കോൺസെൻട്രേഷനിലാവുകയാണെങ്കിലാണ് കേട്ടോ ഈ സംഭവം എന്ന് പറയുന്നത്. ഓക്കെ, അത് കൂടാതെ തന്നെ അമോണിയ എന്ന് പറയുന്നത് വളരെ ഫ്ലെയിമബിൾ ആയിട്ടുള്ളൊരു ഗ്യാസാണ്, കത്തിപ്പിടിക്കുന്ന ഗ്യാസാണ്. ഇത് റിലേറ്റീവ് ആയിട്ടുള്ളൊരു ഹൈ കോൺസെൻട്രേഷൻ എയറിൽ ഉണ്ടെങ്കിൽ മാത്രമേ അമോണിയ പെട്ടെന്ന് കത്തുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ഹൈ എനർജി ഇഗ്നിഷൻ സോഴ്സ് ടു ബേൺ, ഒരു നല്ല ഹൈ എനർജി ഇഗ്നിഷൻ ഉണ്ടെങ്കിൽ, വലിയൊരു എനർജി ഉണ്ടാവുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ഫയർ ഉണ്ടാക്കാനും എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കാനും കാരണമാകുന്ന ഒരു കെമിക്കൽ കൂടിയാണ് അമോണിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചിഹ്നം അമോണിയയുടെ ആ ഒരു പാത്രത്തിൻ്റെ മുകളിൽ കൊടുക്കാറുണ്ട്, ഫ്ലെയിമബിൾ ആയതുകൊണ്ട്. ക്ലിയർ ആയല്ലോ? നാലാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് കേട്ടോ. ബെൽ മെറ്റൽ കണ്ടെയ്ൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് കണ്ട ആളുകൾക്കറിയാം, ബെൽ മെറ്റലിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിലും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ബെൽ മെറ്റലിനകത്ത് അടങ്ങിയിരിക്കുന്ന ആ ഒരു മെറ്റലുകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബെൽ മെറ്റൽ ബേസിക്കലി ഒരു അലോയിയാണ്. രണ്ട് മെറ്റലുകളെ ഒന്നിച്ച് ചേർത്ത് ഉണ്ടാക്കുന്ന ആളെയാണ് നമ്മൾ അലോയി എന്ന് പറയുക. ബെൽ മെറ്റൽ എന്ന് പറയുന്നത് അലോയിയാണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് ഈ പറയുന്ന ബെൽ മെറ്റലിൽ ഉള്ളത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്തുള്ളത് കോപ്പറും ടിന്നുമാണുള്ളത് എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പക്ഷേ ഇവിടെ നോക്കിയേ പേഴ്സൻറ്റേജ് തന്നിട്ടുണ്ട്, നമ്മൾ കുടുങ്ങിയില്ലേ? അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കി പോകണ്ടേ? പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിലോ? ഇത് 24/2020 എന്ന് പറയുന്ന ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നോക്കാം. 70 മുതൽ 75% വരെ കോപ്പറും അതിൽ മിച്ചം വരുന്ന ബാക്കിയുള്ള ഭാഗങ്ങളിൽ ടിന്നും കലർന്നിട്ടുള്ള ആ ഒരു അലോയിയെ പറയുന്ന പേരാണ് ബെൽ മെറ്റൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, ബെൽ മെറ്റൽ എന്ന് പറയുന്നത് ബെല്ലുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മെറ്റലുകളുടെ സൊണോറിറ്റി എന്ന് പറയുന്ന ശബ്ദമുണ്ടാക്കാൻ കഴിവുള്ള പ്രോപ്പർട്ടിയെ ഉപയോഗിക്കുന്ന ആളാണ് ബെൽ മെറ്റൽ എന്ന് പറയുന്നത്. ബെൽ മെറ്റൽ ഹാർഡ് അലോയി ആണ്. ഇതിന് സ്പെസിഫിക് ടൈപ്പായിട്ടുള്ള ഒരു ബ്രോൺസ് ആണ് നമ്മൾ ഉപയോഗിക്കുക ബെല്ലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റും അതേപോലെ തന്നെ സിംബൽസും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബെല്ലുകൾ പല സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. പല മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിനകത്തും ബെല്ല് ഇൻവോൾവ് ആകുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റുകളുണ്ട് അല്ലേ? അതിനകത്തൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ഈ പറയുന്ന റേഷ്യോ ഉള്ള ബെൽ മെറ്റലുകളെ ഉപയോഗിക്കുന്നു. പ്രൈമർലി കോപ്പറും അതേപോലെ തന്നെ ടിന്നും ചേർത്തുകൊണ്ട്. വൈൽ സ്റ്റാൻഡേർഡ് ബ്രോൺസ് യൂഷ്വലി കണ്ടെയ്ൻസ് അബൌട്ട് 10 to 12 ടിൻ. സാധാരണഗതിയിൽ ഉള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബ്രോൺസിനകത്ത് 10 മുതൽ 12% വരെ ടിന്നാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ബെൽ മെറ്റലിനകത്ത് എങ്ങനെയാണ്? ഈ ഒരു രീതിയിലുള്ള റേഷ്യോയിലാണ് ഉണ്ടാവാറുള്ളത്. ബെൽ മെറ്റലിനകത്ത് ഹയർ ആയിട്ടുള്ള കണ്ടന്റിൽ എന്തുണ്ടാവും? ടിൻ ഉണ്ടാവും. 20 മുതൽ 25% വരെയും ചില സമയത്ത് 30% വരെയും എന്തുണ്ടാവാറുണ്ട്? ഈ പറയുന്ന ടിൻ്റെ കണ്ടന്റ് ഉള്ള ആ ഒരു ടൈപ്പ് ബ്രോൺസ് ആണ് ബെൽ മെറ്റലായിട്ട് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്തരത്തിലുള്ള ഹൈ കണ്ടന്റ് ഓഫ് ടിന്ന് ഉള്ള സമയത്ത് എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഹാർഡ്നെസ് കുറച്ചുകൂടെ കൂടും, ഇതിൻ്റെ ബ്രിട്ടിൽനെസ് കുറച്ചുകൂടെ കൂടും. അങ്ങനെ വരുന്നതിന് ശേഷം അതെന്ത് സംഭവിക്കുന്നു? നല്ല രീതിയിലുള്ള ആ ഒരു സോണോറിറ്റി ഉണ്ടാക്കാനും ഒരിക്കൽ നമ്മളിങ്ങനെ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെങ്ങനെ ടിന്നുള്ള ആ ഒരു റെസണേറ്റ് ചെയ്ത് പോകാനും ഒക്കെ എന്ത് ചെയ്യുന്നു? ഈ ഒരു ബെൽ മെറ്റലിൻ്റെ ഈ ഒരു കണ്ടന്റ് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്. ഡക്റ്റിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ക്യാൻ ബി റിഫൈൻഡ് അസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു മെറ്റീരിയലിൻ്റെ ഡക്റ്റിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? എഗെയിൻ നമ്മുടെ മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വന്ന ചോദ്യമാണ് കേട്ടോ. ഇത് 24/2020 എന്ന് പറഞ്ഞ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ സെയിം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. നോക്കാം.
ഇതിൽ ഓപ്ഷനുകൾ തന്നിട്ടുണ്ട്. എബിലിറ്റി ടു അണ്ടർഗോ ലാർജ് പെർമനൻറ്റ് ഡിഫോമേഷൻ ഇൻ കംപ്രഷൻ, എബിലിറ്റി ടു അണ്ടർഗോ ലാർജ് പെർമനൻറ്റ് ഡിഫോമേഷൻ ഇൻ ടെൻഷൻ, എബിലിറ്റി ടു റിക്കവർ ഇറ്റ് ഒറിജിനൽ ഫോം, ഓൾ ഓഫ് ദ എബോ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്താണെന്നറിയോ? എബിലിറ്റി ടു അണ്ടർഗോ ലാർജ് പെർമനൻറ്റ് ഡിഫോമേഷൻ ഇൻ ടെൻഷൻ എന്നാണ്. അപ്പം നിങ്ങൾ ആലോചിക്കും, ഡക്റ്റിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ക്ലാസ്സൊക്കെ കണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താ ഡക്റ്റിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഹത്തെ നമ്മൾ ചെറിയ നീളത്തിലുള്ള നൂലായിട്ട് അല്ലെങ്കിൽ വലിച്ചു നീട്ടാനുള്ള ലോഹത്തിൻ്റെ ആ ഒരു കഴിവിനെ പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. സ്വർണ്ണമൊക്കെ ഹൈലി ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റലാണ്. ഈ പറയുന്ന ലോഹങ്ങളെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വലിച്ചിങ്ങനെ നീട്ടി ഒരു കമ്പിയാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അത് തണുക്കുന്ന സമയത്ത് അത് വീണ്ടും എന്ത് ചെയ്യുന്നു? ഹാർഡായിട്ടുള്ള നീളത്തിലുള്ള ഒരു നൂല് പോലെ ആയിട്ട് മാറുന്നു. അങ്ങനെ ആവാനുള്ള മെറ്റലിൻ്റെ കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് ഡക്റ്റിലിറ്റി. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഓപ്ഷനിൽ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഓപ്ഷനിൽ നോക്കിയേ, എബിലിറ്റി ടു അണ്ടർഗോ ലാർജ് പെർമനൻറ്റ് ഡിഫോമേഷൻ അത്രേ ഇൻ ടെൻഷൻ എന്നാണ് തന്നേക്കണേ എന്ന് നമ്മൾ ആലോചിക്കും. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വലിവ് ബലം അല്ലേ? ഇങ്ങനെ വലിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു ബലത്തെ പറയുന്ന പേരാണ് ടെൻഷൻ. അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ, വലിവ് ബലം കൊടുത്തു കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ടുള്ള ഡിഫോമേഷൻ ഉണ്ടായി. അത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അത് തണുക്കുമ്പോൾ ആ രൂപത്തിൽ തന്നെ ഇരിക്കും അല്ലേ? ഇങ്ങനെ വലിച്ചൊരു നൂല് പോലെ ആക്കിയെടുക്കാൻ പറ്റും. ആ കഴിവാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു രീതിയിൽ ആ സെൻറ്റൻസ് തന്നേ ഉള്ളൂ, സംഭവം സെയിം തന്നെയാണ്. നോക്കാം, ഡക്റ്റിലിറ്റി ഈസ് എ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ദാറ്റ് അലോസ് ഇറ്റ് ടു ബി സ്ട്രെച്ച്ഡ് ഓർ ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ് വിത്തൗട്ട് ഫ്രാക്ചറിങ്. അതിനെ പൊട്ടിപ്പോവാണ്ട് അതിനെ ഇങ്ങനെ വലിച്ച് ഒരു തിൻ വയറായിട്ട് മാറ്റാൻ പറ്റുന്ന കപ്പാസിറ്റിയാണ് ഡക്റ്റിലിറ്റി. ഇവിടെ നമുക്കറിയാം, വലിച്ചാലേ അതാവുള്ളൂ അല്ലേ? അപ്പോൾ ടെൻഷൻ ബലം കൊടുത്താലേ അതാവുള്ളൂ. അതാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് റിക്വയർ ദ മെറ്റീരിയൽ ടു വിത്ത് ആൻഡ് ടെൻസൈൽ സ്ട്രക്ചർ. അതായത് ഈ ഒരു വലിവ് ബലം അല്ലെങ്കിൽ ടെൻസൈൽ സ്ട്രെസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഈ മെറ്റീരിയലിന് വേണം, ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ. ആൻഡ് അണ്ടർഗോ സിഗ്നിഫിക്കൻറ്റ് പെർമനൻറ്റ് ഡിഫോമേഷൻ. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫോമേഷൻ എന്ത് ചെയ്യണം? സംഭവിക്കണം. കോപ്പറിനെയൊക്കെ നമുക്കിനെ വയറായിട്ട് മാറ്റാൻ പറ്റുന്നത് അതിൻ്റെ ഡക്റ്റിലിറ്റി കൊണ്ടാണ്. അടുത്തതായിട്ട് മെറ്റലുകൾ കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രോപ്പർട്ടിയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്, വിച്ച് ഈസ് ദ എബിലിറ്റി ഓഫ് മെറ്റീരിയൽ ടു ബി ഹാമേർഡ് ഓർ റോൾഡ് ഇൻ ടു തിൻ ഷീറ്റ്. മെറ്റലുകളെ നമുക്ക് ബലം കൊടുത്ത് അടിച്ചു പരത്തി തിൻ ഷീറ്റായിട്ട് മാറ്റാൻ പറ്റുന്ന മെറ്റലിൻ്റെ ആ കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ടെൻസൈൽ സ്ട്രെസ് അല്ല, പകരം കംപ്രസീവ് സ്ട്രെസ് ആണ്. അപ്പം നമ്മുടെ ഓപ്ഷനിലില്ലേ ടെൻസൈൽ സ്ട്രെസ് ഉണ്ട്. അപ്പോൾ കംപ്രസീവ് സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ മാലിയബിലിറ്റിയാണ് സംഭവിക്കുക, കംപ്രസ് ചെയ്യുന്ന കപ്പാസിറ്റിയാണ് അല്ലേ. വൈൽ മെനി ഡക്റ്റൈൽ മെറ്റീരിയൽ ആർ ഓൾസോ മാലിയബിൾ. നല്ല ഡക്റ്റിലിറ്റി കാണിക്കുന്ന പല മെറ്റീരിയലുകളും മാലിയബിളുമാണ്. പൊതുവേ ലോഹങ്ങൾക്കുള്ള കപ്പാസിറ്റിയാണ് ഡക്റ്റിലിറ്റിയും അതേപോലെ തന്നെ മാലിയബിലിറ്റിയും. ഓക്കെ, ഇനി എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്ഷനിൽ തന്നിട്ടുള്ള എലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സാധനത്തെ നമുക്കിങ്ങനെ വലിച്ചു നീട്ടി അതിൻ്റെ ആ ഒരു ഷേപ്പ്, ഒറിജിനൽ ഷേപ്പ് പോയി എന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ ആ ഒരു ബലം റിമൂവ് ചെയ്യുമ്പോൾ സമയത്ത്, ആ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു പോകാനുള്ള കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് എലാസ്റ്റിസിറ്റി. ഈ സാധനം പഴയ രൂപത്തിലേക്ക് തിരിച്ചു പോയില്ല, പകരം അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പ്ലാസ്റ്റിക് പ്രോപ്പർട്ടി എന്ന് വിളിക്കും. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ വലിച്ചു നീട്ടി കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളും. പ്ലാസ്റ്റിക് ചേഞ്ച് ആണ് അല്ലേ, പെർമനൻ്റ് ആയിട്ട് ഇരുന്നോളും. പിന്നെ നമ്മൾ ഉരുക്കിയിട്ടൊക്കെ വേറെ രൂപത്തിലാക്കണം എന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പെർമനൻ്റ് ആയതുകൊണ്ട് പ്ലാസ്റ്റിക് ആയിട്ടുള്ളൊരു ചേഞ്ചാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഡക്റ്റിലിറ്റി. ക്ലിയർ ആയല്ലോ? ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. പെർം അലോയ് ഈസ് ആൻ അലോയ് കണ്ടെയ്നിങ്. പെർം അലോയ് എന്ന് വെച്ചാൽ എന്താണ്? താഴെ പറയുന്നതിൽ എന്തുള്ളതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 30/2020 എന്ന് പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് നിക്കലും അയണുമാണ്. നിക്കലും അയണും ചേരുമ്പോഴാണ് പെർം അലോയി ഉണ്ടാവുന്നത്. എന്താണ് പെർം അലോയി എന്ന് പറയുന്നത്? ഇത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി നല്ല രീതിയിൽ കാണിക്കുന്ന ഒരു അലോയി ആണ് പെർം അലോയി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയിൽ പല സാധനങ്ങൾ, ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് മാഗ്നറ്റുകളെ ഉണ്ടാക്കേണ്ടി വരുമ്പോൾ നമ്മൾ പെർം അലോയി യൂസ് ചെയ്യുന്നു. ഇതിനകത്ത് നിക്കലും അയണും നല്ല ഫെറോ മാഗ്നറ്റിക് ആയിട്ടുള്ള ഈ രണ്ട് ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പെർം അലോയ്ക്കകത്ത് 80% നിക്കലും 20% അയണും ആണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ നോക്കാം, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈലി മാഗ്നറ്റിക് പെർമേബിലിറ്റി ഇതിനുണ്ട്. അത്
ഈസിലി ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡിനോട് റെസ്പോണ്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്ഫോമറുകളുടെ കോറായിട്ട് ഉപയോഗിക്കാനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും ട്രാൻസ്ഫോമർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ അല്ലേ. അതിനകത്തൊരു പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് വേണം, അതിനകത്തൊരു സോളിനോയിഡ് കറങ്ങണം അല്ലേ. ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡുകളിൽ മാഗ്നറ്റുകളൊക്കെ ഉണ്ടാക്കാൻ, ട്രാൻസ്ഫോമറുകളുടെ കോറുകൾ ഉണ്ടാക്കാൻ, മാഗ്നറ്റിക് റെക്കോർഡിംഗ് ഹെഡുകൾ ഉണ്ടാക്കാൻ, മാഗ്നറ്റിക് ഷീൽഡിങ്ങുകൾ ഉണ്ടാക്കാനൊക്കെ തന്നെയും പെർം അലോയിയെ നമ്മൾ ഉപയോഗിക്കുന്നു. ക്ലിയർ ആയല്ലോ. 7ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതും 30/2020 എന്ന് പറയുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. നോക്കാം. നെയിം ദ നോൺ മെറ്റൽ വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. നമുക്കറിയാം പൊതുവെ മെറ്റലുകളാണ് ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യാൻ, കണ്ടക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ. മെറ്റലുകളൊക്കെ തന്നെയും പൊതുവെ ഇലക്ട്രോ പോസിറ്റീവ് ആണ്, ഇലക്ട്രോണുകളെ കടത്തിവിടാനുള്ള കപ്പാസിറ്റി ഉള്ളവരാണ്, അവരുടെ കയ്യിൽ ഫ്രീ ഇലക്ട്രോണുകൾ ഉണ്ട്. നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ ഫ്ലോയിനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. നോൺ മെറ്റലുകൾ പൊതുവെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാറില്ല. പക്ഷേ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള നോൺ മെറ്റൽ ഉണ്ട്. ആ നോൺ മെറ്റൽ ഈ താഴെ പറയുന്നതിൽ ആരാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. നോക്കാം. ഇതിൽ ഗ്രാഫൈറ്റ് ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരം. ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് കണ്ടക്ടറാണ്, നോൺ മെറ്റലുമാണ്. നമ്മൾ കാർബണിൻ്റെ അല്ലോട്രോപ്പുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് അവിടെ ഗ്രാഫൈറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കും. ഇതുകൂടാതെ നോൺ മെറ്റലുകൾക്കകത്ത് നമ്മൾ കാർബണിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഗ്രാഫൈറ്റിനെ കുറിച്ച് പഠിക്കും. എന്താണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്? നമ്മുടെ കാർബണിന് കാറ്റിനേഷൻ എന്ന് പറയുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. അതായത് ഒരേ ഒരു മോളിക്യൂളിനോട്, ഒരേ ഒരു ആ പറയുന്ന എലമെൻറ്റിൻ്റെ പല പല ആറ്റങ്ങളിന് പരസ്പരം ഇങ്ങനെ മല പോലെ കോർത്തു പോകാനുള്ള ഒരു കപ്പാസിറ്റിയെ പറയുന്ന പേരാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ കാറ്റിനേഷൻ കാണിക്കുന്ന ഒരാളാണ് കാർബൺ. അതുകൊണ്ട് തന്നെ കാർബൺ പല പല തരത്തിലുള്ള രൂപാന്തരങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലോട്രോപ്പുകൾ ഉണ്ടാക്കുന്നു. വജ്രം കാർബണിൻ്റെ ഒരു അല്ലോട്രോപ്പാണ്. അതേപോലെ തന്നെ ഗ്രാഫൈറ്റ്, അതേപോലെ കരി, ഇതൊക്കെ കാർബണിൻ്റെ അല്ലോട്രോപ്പുകളാണ്. ആ കൂട്ടത്തിൽ ഈ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി നല്ല രീതിയിൽ കാണിക്കുന്ന കാർബണിൻ്റെ ഒരു രൂപമാണ് ഗ്രാഫൈറ്റ്. മോസ്റ്റ് നോൺ മെറ്റൽ ആർ ഇൻസുലേറ്റർ. സാധാരണഗതിയിൽ നോൺ മെറ്റലുകളെല്ലാം ഇൻസുലേറ്ററാണ്, കണ്ടക്ടർ അല്ല. പക്ഷേ ഇതിന് ഗ്രാഫൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്ട്രക്ചറാണ്. ഇതിനകത്ത് ഈ ഒരു അല്ലോട്രോപ്പിനകത്ത് കാർബണിനെ പല രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതിങ്ങനെ ലെയർ പോലെയാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിൽ കാർബൺ ആറ്റത്തിനെ ഒരു ഹെക്സഗണലായിട്ടുള്ള ലെയറുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ഈ രീതിയിൽ ഇങ്ങനൊരു ഹെക്സഗൺ വന്നു, അതിൻ്റെ അടിയിൽ വേറൊരു ഹെക്സഗൺ വന്നു, ഇങ്ങനെ ഈ രീതിയിലാണ് ഷീറ്റ് പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗ്രാഫൈറ്റിനകത്ത്. അപ്പോൾ ഓൺലി 3 others leaving 1 free delocalized electron per atom. അപ്പോൾ ഓരോ ആറ്റത്തിലും ഒരു ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആറ്റത്തിനെ, അതായത് ഒന്നിലും പെടാതെയുള്ള ഒരു ആറ്റത്തിനെ അതിനകത്ത് ഫ്രീ ആയിട്ട് ഇടാനായിട്ട് ഈ ഒരു സ്ട്രക്ചർ കാരണം സാധിക്കുന്നു. ഈ രീതിയിലാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് ഡീലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണുകളുണ്ട്. ആ ഇലക്ട്രോണുകൾ അതിനകത്ത് ഫ്രീ ടു മൂവ് ആണ്. അതുകൊണ്ടാണ് ഗ്രാഫൈറ്റിന് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ക്ലിയർ ആയല്ലോ. ദിസ് ഫ്രീ ഇലക്ട്രോൺ ക്യാൻ മൂവ് ത്രൂ ഔട്ട് ദ ലെയേഴ്സ് അലോയിങ് ഗ്രാഫൈറ്റ് ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ദിസ് ഈസ് വൈ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഇലക്ട്രോഡ് ഇൻ ബാറ്ററീസ് ആൻഡ് ഇലക്ട്രോലിസിസ്. ഗ്രാഫൈറ്റിനെ പല സാഹചര്യങ്ങളിൽ നമ്മൾ സെല്ലുകൾ ഉണ്ടാക്കുമ്പോൾ, ഡ്രൈ സെല്ല്, ഇങ്ങനെ പല സെല്ലുകൾ ഉണ്ടാക്കുമ്പോൾ, അതേപോലെ തന്നെ ഇലക്ട്രോഡുകൾ ഉണ്ടാക്കുമ്പോൾ, ഇലക്ട്രോലിസിസ് നടത്തുമ്പോൾ ഒക്കെ തന്നെയും ഗ്രാഫൈറ്റിനെ ഉപയോഗിക്കാറുണ്ട്, കാഥോഡായിട്ടും ആനോഡായിട്ടും ഒക്കെ. നമ്മുടെ ഓപ്ഷൻ്റെ അകത്ത് തന്നിട്ടുള്ള മറ്റുള്ള ആൾക്കാരുണ്ടല്ലോ, ഫൈബർ, അതേപോലെ പോർസെലിൻ, PVC, ഇവരൊക്കെ നോൺ കണ്ടക്റ്റീവ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഇൻസുലേഷൻ പ്രോപ്പർട്ടി കാണിക്കുന്ന ആളുകളാണ്, ഇലക്ട്രിക് ഇൻസുലേറ്റേഴ്സ് ആണ്. ക്ലിയർ ആയല്ലോ. 8ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. ഇത് 30/2020 എന്ന് പറയുന്ന ടെക്നീഷ്യൻ്റെ പരീക്ഷയ്ക്ക് തന്നെ ചോദിച്ച ചോദ്യമാണ്. 96ാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചതാണ്. വിച്ച് വൺ ഈസ് എ സെമി കണ്ടക്ടർ മെറ്റീരിയൽ? താഴെ കുറച്ച് ആൾക്കാരെ തന്നിട്ടുണ്ടല്ലോ, ആ കൂട്ടത്തിൽ ആരാണ് സെമി കണ്ടക്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോപ്പർ ഉണ്ട്, സിലിക്കൺ ഉണ്ട്, മൈക്ക ഉണ്ട്, അലുമിനിയം ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഉത്തരം എന്താണ്? സിലിക്കൺ ആണ് അല്ലേ. സിലിക്കൺ കൂടാതെ ജെർമേനിയവും എന്താണ്? ജെർമേനിയവും എന്താണ്? സെമി കണ്ടക്ടറാണ്. ക്ലിയർ ആയല്ലോ. സെമി കണ്ടക്ടേഴ്സ് ആർ മെറ്റീരിയൽ ഹൂസ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഫാൾസ് ബിറ്റ്വീൻ ദ ഓഫ് കണ്ടക്ടർ,
ലൈക്ക് കോപ്പർ ആൻഡ് ഇൻസുലേറ്റേഴ്സ് ലൈക്ക് മൈക്ക. ഇൻസുലേറ്റർ ആയിട്ടുള്ള ഇൻസുലേഷൻ സ്വഭാവം കാണിക്കുന്ന മൈക്കയുടെയും അതേസമയം നല്ല കണ്ടക്ടിവിറ്റി കാണിക്കുന്ന കോപ്പറിൻ്റെയും രണ്ടിൻ്റെയും ഇടയിൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന ആളുകളാണ് സിലിക്കയും ജെർമേനിയം പോലെയുള്ള സെമി കണ്ടക്ടറുകൾ. സിലിക്കൺ എന്ന് പറയുന്നത് മോസ്റ്റ് ഫണ്ടമെൻ്റലായിട്ടും പല സാഹചര്യങ്ങളിലും ഉപയോഗിക്കുന്നതുമായിട്ടുള്ളൊരു സെമി കണ്ടക്ടറാണ്. കാരണം ജെർമേനിയം കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് പ്രൈമറി മെറ്റീരിയൽ യൂസ്ഡ് ടു മാനുഫാക്ചർ ട്രാൻസിസ്റ്റർ, സോളാർ സെല്ല് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് IC. അപ്പോൾ സിലിക്കൺ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ട്രാൻസിസ്റ്ററുകൾക്കകത്ത് നമ്മൾ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് PN NP എന്നൊക്കെ പറഞ്ഞ് ട്രാൻസിസ്റ്ററുകളെയൊക്കെ പഠിച്ചിട്ടുണ്ടാവും. NP എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു സാഹചര്യത്തിൽ സിലിക്കൺ ഉപയോഗിക്കും പ്രധാനമായിട്ടും. അതേപോലെ തന്നെ സോളാർ സെല്ലുകൾക്കകത്ത് സിലിക്കൺ ഉപയോഗിക്കാറുണ്ട്. ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾക്കകത്ത് IC ചിപ്പിനകത്ത് ഒക്കെ തന്നെയും സിലിക്കണെ വൈഡ്ലി നമ്മൾ യൂസ് ചെയ്യും. പ്രധാനമായിട്ടും ഇലക്ട്രോണിക്സ് മേഖലയിലാണ് എന്ത് ചെയ്യുക, സിലിക്കണും ജെർമേനിയം യൂസ് ചെയ്യുക. അതിൽ തന്നെ ജെർമേനിയം നല്ല കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് സിലിക്കൺ കൂടുതലായിട്ടും വൈഡ്ലി യൂസ് ചെയ്ത് വരുന്നു. ക്ലിയർ ആയല്ലോ? ഓപ്ഷനകത്ത് നമുക്ക് തന്നിട്ടുള്ള മറ്റുള്ള ഓപ്ഷനുകൾ നോക്കാം. അതിലാദ്യമായിട്ട് കോപ്പർ, അതേപോലെ അലുമിനിയം, ഇവരൊക്കെ നല്ല കണ്ടക്ടിവിറ്റി കാണിക്കുന്ന കണ്ടക്ടറുകളായിട്ടുള്ള ആളുകളാണ് കേട്ടോ. അതേസമയം മൈക്ക എന്ന് പറയുന്ന ആ ഒരു മിനറൽ അതിൽ തന്നിട്ടുണ്ടല്ലോ, അത് ഇലക്ട്രിക്കലി ഇൻസുലേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഹൈ ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് അതിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഹീറ്റിംഗ് എലമെൻ്റ് ആയിട്ടും ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള മെഷീനറിക്കകത്തുമൊക്കെ ഉപയോഗിക്കുന്ന ആളാണ് മൈക്ക എന്ന് പറയുന്നത്. 9ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 32/2020 എന്ന് പറയുന്ന ട്രെയിനിങ് ഇൻസ്ട്രക്ടറുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. 55ാമത്തെ ചോദ്യം. ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ഫ്യൂസ് എലമെൻറ്റ് ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്യൂസ് എലമെൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ താഴെ പറയുന്നതിൽ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഫിസിക്സിനകത്ത് നമ്മൾ കൃത്യമായിട്ടും ഫ്യൂസ് എന്താണെന്നും എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഈ പറയുന്ന വീട്ടിനകത്തുള്ള ഒരു ഇലക്ട്രിക് കണ്ടക്ടിവിറ്റിക്കകത്ത് ആ ഒരു സർക്യൂട്ടിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഓവർലോഡിങ്ങോ ഷോർട്ടോ ഉണ്ടാകുന്ന സമയത്ത് മൊത്തത്തിലുള്ള ആ ഒരു വൈദ്യുതി നമുക്കൊരു സ്ഥലത്ത് കട്ടാവണം. അങ്ങനെ കട്ടാവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഫ്യൂസ് ഉണ്ടല്ലോ, അതിനകത്ത് ഉപയോഗിക്കുന്ന വയറാണ് ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കണം? ഒരു കറണ്ട് കടന്നു പോണ സമയത്ത് ഈ സാധനം ചൂടായിട്ട് പെട്ടെന്ന് കട്ടായി പോകണം, ശരിയല്ലേ? അങ്ങനെ കട്ടായി പോകാനുള്ള ആ ഒരു കപ്പാസിറ്റി ആര് കാണിക്കണം? ഈ ഫ്യൂസ് എലമെൻറ്റ്, ആ ഒരു ഫ്യൂസ് വയർ കാണിക്കണം. അത്രേ ഉള്ളൂ സംഭവം. അതിനുവേണ്ടി നമ്മൾ ഏത് മെറ്റീരിയലിനെയാണ് ഉപയോഗിക്കുക എന്നാണ് ചോദ്യം. ക്ലിയർ ആയല്ലോ? അപ്പോൾ നോക്കാം. ഇവിടെ ഈ ചോദ്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡിലീറ്റഡ് ആണ് കേട്ടോ, ക്യാൻസൽഡ് ആണ്. ഇതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്ഷനിൽ മൾട്ടിപ്പിൾ ഓപ്ഷൻ വരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളൊരു കാരണം. അപ്പോൾ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ B ആണ്. ഓപ്ഷൻ B ആണ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ട്. ടിന്നും ലെഡും കൂടെ ഉള്ള ആ ഒരു അലോയാണ് നമ്മൾ ഉപയോഗിക്കാറ് പ്രൊഫഷണലി. പക്ഷേ നമ്മൾ ഈ പറയുന്ന ടിന്നിൻ്റെയും അലുമിനിയത്തെ അല്ലെങ്കിൽ ലെഡിൻ്റെയും കോപ്പറിൻ്റെയും ഉണ്ടല്ലോ ഈ ഓപ്ഷനെ, ഇതൊക്കെ ഉപയോഗിച്ചാലും ഫ്യൂസ് വയർ നമ്മൾ ഉദ്ദേശിക്കുന്ന പർപ്പസിൽ ഏകദേശം വർക്കാവും. ആ ഒരു കൺഫ്യൂഷൻ ഇവിടെ വരുന്നതുകൊണ്ട് ഈ ചോദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫ്യൂസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. സേഫ്റ്റി ഡിവൈസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ എന്തെങ്കിലും ഷോർട്ടോ ഓവർലോഡോ ഓവർ കറണ്ടോ ഒക്കെ വന്നാൽ ഇത് മെൽറ്റ് ചെയ്ത് പോകണം. ആ കപ്പാസിറ്റിയുള്ള അലോയ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ട. അത്രേ ഉള്ളൂ പരിപാടി. ഫ്യൂസ് എലമെൻറ്റിന് ലോ മെൽറ്റിംഗ് പോയിൻ്റ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ഇത് മെൽറ്റായി ബ്രേക്കായി പോകണം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സേഫ്റ്റിക്ക് പ്രശ്നമുണ്ടായാൽ ഈ ആൾ എന്ത് ചെയ്യണം, അവിടെ ഡാമേജ് ആയിട്ട് മൊത്തത്തിലുള്ള സർക്യൂട്ടിനെ അവിടെ ബ്രേക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹോം അപ്ലയൻസ് ഒന്നും അടിച്ചു പോവില്ല, നമുക്ക് കറണ്ട് അടിക്കില്ല. അങ്ങനെ രക്ഷപ്പെടുത്താനായിട്ട് ആർക്ക് പറ്റും? ഈ ഫ്യൂസ് വയറിന് സാധിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ എക്സസീവ് കറണ്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കട്ടാവണം. ഇവിടെ 63% ടിന്നും 37% ലെഡും അടങ്ങുന്നതാണ് കറക്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്യൂസ് വയർ എന്ന് പറയുന്നത്. എന്ന് കരുതി നമ്മൾ അലുമിനിയം മാത്രമുള്ള നല്ല കട്ടിയുള്ള 2 വയറൊക്കെ എടുത്ത് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മുടെ ഫ്യൂസ് മെൽറ്റാവില്ല. പക്ഷേ എന്ത് സംഭവിക്കും? സർക്യൂട്ടിലൂടെ ഈ ഓവർലോഡ് കടന്നു പോയിട്ട് നമ്മുടെ ഹോം അപ്ലയൻസ് അടിച്ചു പോകാനും നമുക്ക് ആപത്തുകൾ വരാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും പ്രൊഫഷണലി യൂസ് ചെയ്യുന്ന ആ ഒരു അലോയ്ക്കകത്ത് ടിന്നും ലെഡും ആണ് ഉള്ളത്. ആലോചിച്ച് വെച്ചേക്കാം. 10ാമത്തെ ചോദ്യം നമ്മുടെ അവസാനത്തെ ചോദ്യമാണ് ഈ സെഷനിലെ. 50/2020 എന്ന് പറയുന്ന ഒരു ചോദ്യ പേപ്പറിൽ ജൂനിയർ ഇൻസ്ട്രക്ടറുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. പെയിൻറ്റർ ജനറൽ എന്ന് പറയുന്ന പരീക്ഷയ്ക്ക്. ബ്രോൺസ് ഈസ് ആൻ അലോയ് ഓഫ്
ബ്രോൺസിലെ വെങ്കലം അതെന്തിൻ്റെ അലോയിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം പഴയ കാലഘട്ടം തൊട്ട് തന്നെ നമ്മൾ മനുഷ്യന്മാർ ശിലായുഗം കഴിഞ്ഞ് ഇങ്ങോട്ട് പരിണമിച്ച സമയത്ത് തന്നെ മെറ്റൽ യൂസ് ചെയ്യാൻ നമ്മൾ പെട്ടെന്ന് പഠിച്ച ആളുകളാണ് മനുഷ്യർ. അപ്പോൾ ഇരുമ്പ് യുഗത്തിന് മുന്നേ നമുക്ക് വെങ്കല യുഗമുണ്ട്. വെങ്കലം കൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കാനും പാത്രങ്ങൾ ഉണ്ടാക്കാനൊക്കെ മനുഷ്യർ ആദ്യകാലത്ത് തന്നെ പഠിച്ചിട്ടുള്ള ആളുകളാണ്. ഈ പറയുന്ന വെങ്കലത്തിനകത്ത് അടങ്ങിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഇതാണ്, കോപ്പറും ടിന്നുമാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ബ്രോൺസ് അല്ലെങ്കിൽ വെങ്കലം എന്ന് പറയുന്ന മെറ്റൽ അലോയ്ക്കകത്ത് കോപ്പറുണ്ട്, ടിന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇതിനകത്തുള്ള ടിപ്പിക്കൽ കോമ്പോസിഷൻ ഓഫ് ബ്രോൺസ് എന്ന് പറയുന്നത് 88% കോപ്പറും 12% ടിന്നുമായിരിക്കണം. നമ്മൾ നേരത്തെ ബെൽമെറ്റലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അവിടെ എക്സെപ്ഷണൽ കേസാണ് കേട്ടോ, അവിടെ ശതമാനം മാറി. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ശതമാനമാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നല്ല ഹാർഡും ഡ്യൂറബിളും ഒക്കെ ആയിട്ടുള്ള പ്യുവറായിട്ടുള്ള കോപ്പർ ഉണ്ടല്ലോ, ആ കോപ്പർ കുറച്ചുകൂടെ കൊറോഷനെ നിയന്ത്രിക്കാനും അതേപോലെ സീ വാട്ടറൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് ജലമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മെറ്റലൊക്കെ കൊറോഡ് ചെയ്ത് പോകും. അങ്ങനെ കൊറോഷനൊക്കെ സംഭവിക്കാതെ അതിനെ സംരക്ഷിക്കാൻ കൂടെ അതിനകത്തേക്ക് ടിന്നൊക്കെ ആഡ് ചെയ്ത് അതിനെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അലോയ് ആയി കഴിയുമ്പോഴേക്കും അതിന് സാധിക്കും. ക്ലിയർ ആയല്ലോ. ഇപ്പോൾ കോപ്പർ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളിൽ കോപ്പർ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കൊറോഷൻ അടിച്ച് പോകുന്ന സാധനമാണ് കോപ്പർ. അതിനകത്ത് ടിന്നും കൂടെ ആഡ് ചെയ്ത് വെങ്കലമാക്കി ബ്രോൺസ് ആക്കി നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ഉപയോഗിക്കാം. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്റ്റാച്യൂസ്, മെഡൽസ്, കോയിൻസ്, ബെൽ ആൻഡ് ഹെവി ഡ്യൂട്ടി ഇൻഡസ്ട്രിയൽ കമ്പോണൻസ് ലൈക്ക് ബിയറിങ്സ് ആൻഡ് ബുഷിങ്സ്. അപ്പോൾ ഇത് പല സാഹചര്യങ്ങളിലും സ്റ്റാച്യു ആയിട്ട് വെങ്കല മെഡൽ കൊടുക്കാറുണ്ട് അല്ലേ, 3ാം സ്ഥാനത്തിനൊക്കെ കൊടുക്കുന്ന ആ ഒരു മെഡൽ. അതേപോലെ കോയിനുകൾ നിർമ്മിക്കാൻ ബെൽമെറ്റൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ കമ്പോണൻറ്റുകൾ, ബിയറിങ്ങുകൾ, ബുഷിങ്സ് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും? ബ്രോൺസിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള 10 ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. ഇത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്